ഇറാനിയൻ ഗവൺമെൻറ് അവരുടെ പ്രോക്സീസ് ഉണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, അങ്ങനെ വേറെ പലതുമുണ്ട്. ഇവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ഒരു കാരണവശാലും ഒരു അമേരിക്കക്കാരനെയും അമേരിക്കൻ അസറ്റുകൾ, കാരണം അമേരിക്കയ്ക്ക് പല ബേസുകളുണ്ട്, അതേപോലെ അമേരിക്കൻ സിറ്റിസൺ, ഇവരെ ആക്രമിക്കരുത്. ഇവരെ ആക്രമിച്ചാൽ പോലും ഒരു കാരണവശാലും ഇറാൻ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിക്കരുത്, ബേസുകളെ അറ്റാക്ക് ചെയ്യരുത്. നിങ്ങളുടെ അവിടെ വന്നാൽ പോലും, അതായത് അമേരിക്കക്കാരനെ കിട്ടിയാൽ പോലും ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഇപ്പം ഈ ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന റോക്കറ്റുകളൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന കാര്യം അത്. എന്തുകൊണ്ടാണ് ഇത്രയും കർശനമായ നിർദ്ദേശം കൊടുക്കാൻ കാരണം? ഒറ്റ റീസണേ ട്രംപ് വന്നു. കാരണം ട്രംപിന് പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ട് ഇറാനുമായിട്ട്. അയാളെ കൊല്ലാൻ ശ്രമിച്ചു. എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായാൽ, അതായത് ഈ പ്രോക്സീസ് ഈ അമേരിക്കൻ ബേസുകളെയോ അമേരിക്കൻ ഷിപ്പിനെയോ അത് അമേരിക്കൻ അസറ്റുകളെയോ അമേരിക്കൻ ഇൻഡിവിജ്വൽ സിറ്റിസണെയോ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്ക നേരെ കയറി അടിക്കും ഇറാനിൽ. അതവർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ഇത് വലിയ റിപ്പോർട്ടായിട്ടാണ് പലരും കോട്ട് ചെയ്തിരിക്കുക. അതേ സമയത്ത് ആദ്യമായിട്ട് ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, കാരണം ഡാബോസിൽ വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഹമാസ് ഈ കാണിച്ചത് ഇസ്രായേലിൽ കയറിയത് തെറ്റായിപ്പോയി. ആദ്യമായിട്ടാണ് പറയുന്നത്. അത് പറയുന്നത് അതിൻ്റെ പേരിലാണ് ഇറാനും അമേരിക്കയും നടത്താനിരുന്ന ജോ ബൈഡൻ, അതായത് ഒക്ടോബർ 8-ന്, ഒക്ടോബർ 11 അമേരിക്കയും ഇറാനും തമ്മിലൊരു ഒരു ഡിസ്കഷനായിരുന്നു, ഒരു കോൺവെർസേഷനായിരുന്നു. അതെന്തിനെ പറ്റിയായിരുന്നു? ജോയിൻറ്റ് കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ വെപ്പണുമായിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നടത്താനിരുന്ന ചർച്ച ഈ ഒക്ടോബർ 8 നടത്തുന്ന ആക്രമണത്തോടു കൂടിയാണ് ഇല്ലാതായത്. അതിന് കാരണക്കാരൻ ഹമാസാണ്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അത് ഡിസ്കഷൻ നടന്നതിന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായതിന്. ഇനി ഇപ്പോഴവർക്കറിയാവുന്ന വസ്തുതയുണ്ട്, ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നേരത്തെ ഒബാമ കൊണ്ടുവന്ന ആ കരാറ് അത് ഇല്ലാതാക്കിയത്, അത് ലിഫ്റ്റ് ചെയ്തത്, അത് ഡിസ്മാൻഡിൽ ചെയ്ത് ട്രംപ് വന്നപ്പോഴാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു കരാർ നടക്കാൻ പോവുകയില്ല എന്നും ഇറാനിയൻ ഗവൺമെൻറ്റിന് അറിയാം. കാരണം ബൈഡനും അല്ല ഡെമോക്രാറ്റും അല്ല ഇറാൻ, ഈ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും പൂർണ്ണമായിട്ടും ഇറാനെതിരെയാണ്. അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിനെയാണ്, സൗദി അറേബ്യ. കാരണം അന്ന് സൗദി അറേബ്യ പോലും ഇറാനെ ഇതേപോലെ ഒരു ന്യൂക്ലിയർ ഡീലിൽ അമേരിക്ക സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ പോലും ഒപ്പോസ് ചെയ്തു. കാരണം ചെയ്യരുത്, ആ റീജിയൻ്റെ അകത്ത് ഇറാൻ പ്രത്യേകിച്ച് ഷിയ ഗ്രൂപ്പാണ്, അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടി അവർ മുസ്ലിം രാജ്യമായ സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യും. ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് വളരെയധികം പ്രാവശ്യം സൗദി ഗവൺമെൻറ് പല ആവർത്തി ഈ ഒബാമയോടും പറഞ്ഞു, ബൈഡനോടും പറഞ്ഞു. ഈ ബൈഡൻ ഇപ്പോൾ ഒക്ടോബർ 11 ഇറാനുമായിട്ട് ഡിസ്കഷൻ പോയ സമയത്ത് അവിടെയും സൗദി അറേബ്യ പറയുന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ നടത്തരുത്, ഒരു കാരണവശാലും അലോ ചെയ്യരുത്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ആലോചിച്ച് നോക്കുക, ഈ ഒക്ടോബർ 8 ആ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ സൈൻ ചെയ്തു പോയേനെ ഇറാനുമായിട്ട്, അതായത് ന്യൂക്ലിയർ കരാർ. അത് മനസ്സിലാക്കണം, ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത്, എവിടുന്ന് എങ്ങോട്ട് ജിയോ പൊളിറ്റിക്സ് എത്രമാത്രം മാറിയെന്ന് നോക്കുക. ഇത്രമാത്രം ഇപ്പോൾ ചൂടാകാൻ കാരണം എന്താ? ഇഷ്യൂ ഇറാനിയൻ പ്രസിഡൻറ്റ് പുട്ടിനെ പോയി കണ്ട് ഈ വെപ്പൺസും പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് കഴിയുമ്പം അടുത്ത ഉടക്കുണ്ടാകാൻ പോകുന്നത് എന്തുവാ? അമേരിക്കയും പുട്ടിനും ഉടക്കുണ്ടാവും. കാരണം കാരണം പുട്ടിൻ അവർക്ക് വെപ്പൺസ് കൊടുക്കാമെന്ന് പറഞ്ഞ്, ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അതിനെ സഹായിക്കാം, ന്യൂക്ലിയർ റിയാക്ടർ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു, അവർ സഹായിക്കുന്ന പ്രോക്സീസിന് അവർ വെപ്പൺസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. ഇതോടുകൂടി ഈ പുട്ടിനും ട്രംപുമായിട്ടുള്ള ബന്ധം ഒലച്ചിലുണ്ടാകും. കാരണം ഇവർ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ പറയുന്ന ഹൂത്തീസിനാണെങ്കിൽ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ, ഇറാന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന
ഇസ്രായേലിനെതിരെയാണ്. അവരുടെ മേജറായിട്ടുള്ള എനിമി നമ്പർ 1. അപ്പോൾ അതൊരു കാരണവശാലും ട്രംപ് അനുവദിക്കത്തില്ല. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ട്രംപുമായിട്ടുള്ള പുടിൻ്റെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും നിർണായക ഉക്രൈൻ വാറിനേക്കാളും പ്രധാനം എനിക്ക് തോന്നുന്നത് ട്രംപിന് താല്പര്യം ഒരു കാരണവശാലും റഷ്യ വെപ്പൺസ് കൊടുക്കരുത് ഇറാന്, ന്യൂക്ലിയർ ഫെസിലിറ്റി അതിനെ സഹായിക്കുന്ന റിയാക്ടർ കൊടുക്കരുത്, അതേപോലെ തന്നെ സുക്കോയ് 35 എയർക്രാഫ്റ്റ് കൊടുക്കരുത്. ഇതൊക്കെയാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇറാന് പേടിയാണ്. അമേരിക്ക എപ്പോഴാണ് കയറി അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മതി, അമേരിക്ക അവിടെ കൊണ്ട് ബോംബിടും. ആ ബോംബിങ്ങോടുകൂടി ഖമേനി തീർന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്നില്ല, അപ്പോൾ അവിടുത്തെ പത്രങ്ങളിലും അവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവമാണ്. അതായത് സംഭവം ഇപ്പോഴും ഇറാന് ഭയങ്കര പേടിയാണ് ട്രംപ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെൻസിൽവാനിയയിലെ അവിടെ ഇലക്ഷൻ ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ ഓരോന്നും തെളിഞ്ഞു വരികയാണ്. കാരണം ഒക്ടോബർ 11 അവർ സംസാരിക്കാൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ന്യൂക്ലിയർ ഡീലിനെ പറ്റി സംസാരിക്കാൻ വെക്കുന്നു. അത് ഫ്ലോപ്പ് ആവുന്നു ഒക്ടോബർ 8. പിന്നെ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. സംഭവങ്ങളെല്ലാം മാറി മറിഞ്ഞു. അമേരിക്കൻ ഇലക്ഷനിൽ കമലാ ഹാരിസ് ജയിക്കുന്നുള്ള ധാരണയായിരുന്നു പിന്നീട് അറിയുന്നത്. ട്രംപ് വരുന്നു, ട്രംപ് ജയിച്ചു വലിയ ഭൂരിപക്ഷത്തോടു കൂടി. ട്രംപിൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നത് മുഴുവനും ഇസ്രായേലിന് ഏറ്റവും താല്പര്യമുള്ളവരാണ്. ഇതാണ് അതിൻ്റെ പോക്ക്. അതുകൊണ്ട് ഇറാനെ തൊലയ്ക്കുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇറാൻ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യണം. ഇറാൻ വലിയ ഭയത്ത്, കാരണം അതിനകത്ത് അടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്, അവിടുത്തെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹമാസിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ തന്നെ ഒരു സറണ്ടർ ചെയ്ത് പറയുകയാണ്. അവർക്കൊരു താല്പര്യമില്ല, പക്ഷേ അവർക്ക് പേടിയാണ് ട്രംപ് കയറി അടിക്കുക. എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായാൽ മതി അവിടെ ബോംബ് വീഴും. കാരണം അവർക്ക് തിരിച്ചടിക്കാൻ ആളും സാധനവും ഒന്നുമില്ല. ആളുകളുണ്ട്, വെപ്പൺസ് ഇല്ല. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചൈനയിൽ നിന്ന് ഈ പറയുന്ന കെമിക്കൽ സാധനം സോഡിയം പെർക്കോലൈറ്റ് എന്നുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്ത് അമോണിയം പെർക്കോലൈറ്റ് ആയിട്ട് അത് മീഡിയം റേഞ്ച് മിസൈലിന് ഉപയോഗിക്കും. കാരണം അവരുടെ ഒരു പുല്ലും ഇല്ലാതായി. ഇതാണ് സ്ഥിതി. ഇപ്പം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനസ്സിലാക്കുക, ഈ പ്രസിഡന്റ് ട്രംപ് പലസ്തീൻ ആൾക്കാരെ മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ വളരെ സൈലൻ്റായിരുന്നു, ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാത്തത്? മിണ്ടിക്കഴിഞ്ഞ് തിരിച്ച് റിട്ടാലിയേഷൻ വരും. ഒരു കാരണവശാലും പ്രൊവോക്ക് ചെയ്യണ്ട എന്നുള്ളതാണ് ഇറാൻ അഡ്മിനിസ്ട്രേഷൻ്റെ വലിയൊരു നിലപാട്. അത് വളരെ കാലത്തിന് ശേഷം ശരിക്കും ഭയന്നിരിക്കുകയാണ്. അവർക്കറിയാം അവരുടെ കയ്യിലൊന്നുമില്ല. അവരെ 2.5 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിനെ അടിക്കാമെങ്കിൽ അമേരിക്ക ഇവരെല്ലാം കൊണ്ട് ജോയിൻ്റ് ആയിട്ട് 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടെഹ്റാൻ സിറ്റി തീർത്ത് കളയും. ഇതും അവർക്ക് പിടികിട്ടി. ഇത് മറ്റ് പല ഏജൻസികളും പറയുന്നുണ്ട്. ഇനി അവരിൽ ഒന്നുമില്ല. കേരളത്തിലെ യൂട്യൂബ് സാറ്റലൈറ്റ് ചാനലിനോട് ഏതൊക്കെ പറയുന്ന റിയാലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ചരിത്രമായിട്ട് മാറാൻ പോവുകയാണ്. അതാണ് വരുന്ന ആളുകൾ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു സ്ഥിതിവിശേഷം.